കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപിയുടെ പുതിയ സിനിമയ്ക്കെതിരെയാണ് ഇപ്പോൾ വലിയ രീതിയിൽ അതിന്റെ പേരുമായി ബന്ധപ്പെട്ട് ജാനകി എന്നുള്ള പേരുണ്ടെങ്കിൽ പ്രദർശന അനുമതിയില്ല എന്ന സെൻസർ ബോർഡിന്റെ തീരുമാനത്തിനെതിരെ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുകയാണ് കേരളത്തിലെ സിനിമാ പ്രവർത്തകർ. സിനിമ കാണാതെ ഉള്ളടക്കം വായിച്ചാണ് പേര് വെട്ടാൻ കേന്ദ്ര സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടതെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ ആരോപിച്ചു. കഥാപാത്രങ്ങൾക്ക് പേരിന് പകരം നമ്പറുകൾ ഇടേണ്ടി വരുമോ എന്ന് ബി ഉണ്ണികൃഷ്ണൻ പരിഹസിക്കുകയും ചെയ്തു. ടീസറിനും ട്രെയിലറിനും ഒരു മാനദണ്ഡം, സിനിമയ്ക്ക് മറ്റൊരു മാനദണ്ഡം. എത്രത്തോളം ആർബിട്രറിയാണ് ഈ സംഗതി എന്നുള്ളത് നിങ്ങൾ തന്നെ നോക്കുക. വളരെ സാമാന്യവൽക്കരിക്കപ്പെട്ട ക്ലോസുകൾ മാത്രമേ നമുക്ക് നിയമത്തിലുള്ളൂ. അത് വ്യാഖ്യാനിക്കേണ്ടത് കമ്പീറ്റൻ്റ് ആയിട്ടുള്ള ആധികാരികതയുള്ള ഒരു കമ്മിറ്റിയാണ് എന്നാണ് നിയമം പറയുന്നത്. ഇവിടെ നമ്മളുടെ സംശയം ഇത് വ്യാഖ്യാനിക്കുന്നവരുടെ ആധികാരികതയെക്കുറിച്ചാണ്. സിനിമ കാണാതെ ഇതിൻ്റെ സിനോപ്സിസ് വായിച്ചുകൊണ്ട് CBFCയുടെ ചെയർമാൻ അദ്ദേഹത്തിൻ്റെ വിവേചനാധികാരം ഉപയോഗിച്ച് റിവൈസിംഗ് കമ്മിറ്റിക്ക് വിടുന്നു. നിങ്ങൾ ശ്രദ്ധിക്കണം, അദ്ദേഹം സിനിമ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് JSK എന്ന ഒറ്റ സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രതിഷേധമോ പോരാട്ടമോ അല്ല ഞങ്ങളുടേത്. ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിനെ പബ്ലിക് ഡൊമൈനിൽ ഈ വിഷയത്തെ വളരെ സജീവമായി നിലനിർത്തുവാനും തുടർ ചർച്ചകളിലേക്ക് പൊതുസമൂഹത്തെയും മാധ്യമ സമൂഹത്തെയും നിർബന്ധിക്കുവാനുമാണ് ഞങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചു. കേരളത്തിലെ എല്ലാ സിനിമാ സംഘടനകളും ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങാൻ തിങ്കളാഴ്ച സമര പരിപാടിയുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്.